മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ്. ഡയാലിസിസിനായി പോകുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. തൃപ്പൂണിത്തുറ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ചെന്നൈയിലേക്ക് പോകാനായി എയർപോർട്ടിലെത്തിയപ്പോഴായിരുന്നു വിനീത് അച്ഛൻ വിടവാങ്ങിയ വിവരം അറിഞ്ഞതും ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയും പിന്നീട് ധ്യാനും അവിടെ എത്തി. അമ്മയുടെ അരികിലായി നെഞ്ചുപൊട്ടിയിരിക്കുന്ന വിനീതിനെയും ധ്യാനിനെയും കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടു തുടങ്ങുന്നതാണ്. വയ്യായ്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശ്രീനി ഇത്ര പെട്ടെന്ന് പോകുമെന്ന് പ്രിയപ്പെട്ടവരാരും കരുതി കാണില്ല. ICUലായിരുന്നപ്പോൾ പോലും പുതിയ തിരക്കഥയെക്കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം. ആഴ്ചകൾക്ക് മുമ്പ് പുതിയ സിനിമയുടെ പൂജയിലും പങ്കെടുത്താണ്. അച്ഛനൊപ്പമായി ഇനിയും പുതിയ സിനിമകൾ ചെയ്യുമെന്ന് വിനീതും ധ്യാനും പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസനെ പോലെ തന്നെ അഭിമുഖങ്ങളിലെല്ലാം വാതോരാതെ സംസാരിക്കുന്ന ആളായിരുന്നു ധ്യാൻ. എപ്പോഴും ചിരിപ്പിച്ച് തമാശ പറയുന്ന ധ്യാനിനെ ഇതാദ്യമായാണ് പൊട്ടിക്കരഞ്ഞ് തികച്ചും ഇമോഷണലായി മലയാളികൾ കാണുന്നത്. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ നെഞ്ചി വിങ്ങുകയാണെന്ന് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. അഭിനയം മാത്രമല്ല, എഴുത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് തൂലികയിൽ പിറന്ന സിനിമകളും ഡയലോഗുമെല്ലാം ഇപ്പോഴും മലയാളികൾ ഓർക്കുന്നുണ്ട്. അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ചിതയിലേക്ക് എടുത്തപ്പോഴാണ് ഒരു പേനയും പേപ്പറും സത്യൻ അന്തിക്കാട് സുഹൃത്തിനായി സമർപ്പിക്കുന്നത്. എന്നും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്നായിരുന്നു പേപ്പറിൽ എഴുതിയിരുന്നത്. മറ്റൊരു ലോകത്തിരുന്ന് ഇനിയും നന്മയുള്ള കഥകൾ എഴുതട്ടെ എന്നും ശ്രീനിക്ക് അവസാന യാത്ര നൽകുമ്പോൾ സത്യൻ അന്തിക്കാട് പൊട്ടിക്കരയുകയായിരുന്നു. അച്ഛന് അന്ത്യചുംബനം നൽകിയ ധ്യാൻ സത്യൻ്റെ നെഞ്ചിൽ വീണി പൊട്ടിക്കരയുന്ന ദൃശ്യവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്.